ഷൂട്ടിംഗ് റേഞ്ചിൽ ഒരു കുട്ടി എത്തിയിരുന്നു, കാവ്യാഞ്ജന. കാവ്യാഞ്ജനയ്ക്ക് ഷൂട്ടിംഗ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു താരമായിരുന്നു. എങ്ങനെയാണ് കാവ്യാഞ്ജന ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് എത്തിയതെന്ന് അറിയാമോ? നിതിൻ സേവർ സംസാരിച്ചിരുന്നു കാവ്യാഞ്ജനയുമായി. കോഴിക്കോടുള്ള സ്വകാര്യ മാളിൽ കാഴ്ച കാണാൻ എത്തിയതാണ് ഒരമ്മയും മകളും. 50 രൂപ നൽകി പങ്കെടുക്കാൻ പറ്റുന്ന ഷൂട്ടിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ അമ്മയ്ക്കൊരാഗ്രഹം. അമ്മയ്ക്ക് 2 തവണയും ഉന്നം പിഴച്ചപ്പോൾ ഇനി താൻ വെടിവെച്ചോളാമെന്ന് മകൾ പറഞ്ഞു. ശേഷിച്ച 3 ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച മകളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് തോന്നി ഇതാണ് ഇവളുടെ വഴിയെന്ന്. അങ്ങനെയാണ് തളിപ്പറമ്പ് മൂത്തേടത്ത് സ്കൂളിലെ കാവ്യാഞ്ജന എന്ന 17-കാരി ഷൂട്ടിംഗ് താരമായത്. ഒന്നര കൊല്ലമായി കാവ്യാഞ്ജന മട്ടന്നൂർ യൂണിവേഴ്സൽ അക്കാദമിയിൽ ഷൂട്ടിംഗ് പരിശീലിക്കുന്നുണ്ട്. ഇത്തവണ സംസ്ഥാന തലത്തിൽ സമ്മാനമില്ലെങ്കിലും കാവ്യ ഹാപ്പിയാണ്. ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ല. സ്കൂൾ മീറ്റ്സിൽ ഫസ്റ്റാണ് സ്റ്റേറ്റ്സിൽ വരുന്നത്, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. എനിക്ക് ആംഡ് ഫോഴ്സസ് ഇതിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തന്നെ NCC കാഡറ്റ് ആയത്. NCCയിൽ ക്യാമ്പിൽ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഒരു 5 ഷോട്ട്സ് ഷൂട്ട് ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് അങ്ങനെ അധികം അറിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർക്ക് അറിയുന്നതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ചോദിച്ച് ഇങ്ങനൊരു അവസരം ഉണ്ടെന്ന് കണ്ടപ്പോൾ വന്നതാണ്. അമ്മ വാങ്ങി നൽകിയ സ്വന്തം റൈഫിളിലാണ് പരിശീലനം. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് ഇത്തവണ മത്സരിച്ചത്. പീപ് സൈറ്റ് പിസ്റ്റൾ വിഭാഗത്തിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികം അനുവദിക്കുന്നില്ല. യാദൃശ്ചികമായാണ് എത്തിയതെങ്കിലും മകൾ ഈ പ്രൊഫഷനിൽ തുടരണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. NCC കേട്ടിട്ടുണ്ട്, ഇവളിപ്പോൾ NCCയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അന്നേരം ഉണ്ടായിരുന്നു ഒരിത്. അധികം പ്രാക്ടീസിനൊന്നും പോകാൻ പറ്റുന്നില്ല, +1 +2 ആയിരുന്നുണ്ട്. അപ്പം 2 കൊല്ലം കഴിഞ്ഞ വർഷം ഇവിടെ മത്സരമായപ്പോഴാണ് ചെന്ന് ചേരുന്നത്. കേരളത്തിലധികം പ്രചാരത്തിലില്ലാത്ത അധികം മത്സരാർത്ഥികൾ കടന്നു വരാത്തൊരു ഇനമാണ് ഷൂട്ടിംഗ്. അതിലേക്കാണ് ഒരമ്മയും മകളും യാദൃച്ഛികമായി വന്നു കയറുന്നത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണിവർ. സാദിഖ് പാറക്കലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1.